ഒന്നിലും എന്നെ അറിയുന്നവർക്കറിയാം എൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന്. അപ്പോൾ എൻ്റെ മോള് 2018 എൻ്റെ മൂത്ത മോള് മരിച്ചതാണ്. അപ്പോൾ അന്ന് ഞാൻ അമ്മനോട് പറഞ്ഞു, അന്ന് പോലും ഞാൻ അമ്മനോട് പരാതി പറഞ്ഞ് സങ്കടം പറഞ്ഞ് ഞാൻ കരഞ്ഞിട്ടില്ല. അമ്മയുടെ മോൻ കുരിശിൽ തൂങ്ങി മരിച്ചപ്പോഴത്തേന് നമുക്ക് വേണ്ടി ലോകത്തിന് വേണ്ടി മരിച്ച ആ സങ്കടം അമ്മ നിശബ്ദയായിട്ട് കുരിശിൻ്റെ കീഴിൽ നിന്നതല്ലേ. എനിക്ക് വേറെ 2 മക്കളുണ്ടല്ലോ എൻ്റെ താഴെ. അങ്ങനെ ഞാൻ പറഞ്ഞുള്ളൂ, ഒരു പരാതി ഞാൻ എൻ്റെ അമ്മനോട് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതൊന്നും ഞാൻ നിന്ദനങ്ങളൊന്നും ഞാൻ ഏറ്റെടുത്തിട്ടില്ല. അതൊക്കെ ഞാൻ എൻ്റെ ഈശോനെ കുരിശിനെ സമർപ്പിച്ച് ഞാൻ അപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്ക് എല്ലാത്തിനുള്ള ശക്തി തന്നെയെന്ന്. ഇവിടെ മെഴുതിരി കത്തിച്ച് പ്രാർത്ഥിച്ച് അകത്ത് വന്ന് എല്ലാം കണ്ട് എല്ലാ മാതാവിനും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഇവിടുന്ന് റോഡ് ക്രോസ് ചെയ്ത് ബസ് കയറാൻ നേരം ഞാൻ കയറുന്നതിന് മുന്നേ എൻ്റെ മോളെ ഞാൻ വിളിച്ച്. എന്താണെന്ന് വെച്ചാൽ പേടിയാണ്, പിള്ളേരൊക്കെ ഉപദ്രവിക്കുമായിരുന്നു. അപ്പോൾ അത് കാരണം അവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ മോളെ വിളിച്ചപ്പോഴത്തേനും അവൾ പറഞ്ഞ്, അമ്മ ഞാൻ അമ്മനെ വിളിക്കാനിരിക്കുമായിരുന്നു, ഇത് അമ്മാമ്മ നമ്മുടെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ചേച്ചി മരിച്ചുപോയ കാര്യം പറയുന്നുണ്ട്, ഇതെല്ലാം പറഞ്ഞ് ഞങ്ങളോടൊക്കെ ഭയങ്കര സ്നേഹമാണ്, ഉപദ്രവിക്കണില്ല. അപ്പോൾ ഞാനിവിടെ ഇറങ്ങി ഇവിടെ നിന്ന് മെഴുതിരി കത്തിച്ചപ്പോൾ തന്നെ എൻ്റെ അമ്മ എൻ്റെ വീട്ടിൽ ചെന്ന് എൻ്റെ അമ്മനെ സുഖപ്പെടുത്തിയതാണത്.